ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ഈസി മലബാർ ചിക്കൻ കറിയാണ്. നാടൻ രുചിയുള്ള നല്ലൊരു കറി. കുറച്ച് ബേസിക് സ്പൈസ് പൊടികളും കുറച്ച് ഹോൾ സ്പൈസസും കുറച്ച് ഫ്രഷ് ഇൻഗ്രീഡിയൻസ് പേസ്റ്റാക്കി വേഗം ഉണ്ടാക്കാൻ പറ്റിയ കറി നോക്കാം. ആദ്യം കുറച്ച് മസാലപ്പൊടികളുടെ ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. ഇതിനു വേണ്ടിയിട്ട് 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ നേരെ പകുതി അല്ലെങ്കിൽ ഒരു വലിയ നുള്ള് ഗ്രാമ്പൂ പൊടിച്ചത്, അതേപോലെ തന്നെ കറുകപ്പട്ട പൊടിച്ചതും ഏലക്ക പൊടിച്ചതും. ഇതിപ്പോൾ പൊടിച്ച പൊടികളായിട്ടില്ലെങ്കിൽ 3 കൂടി ചെറിയ അളവിൽ കല്ലിലിട്ടൊന്ന് നന്നായി ചതച്ചു കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടി, അത് കുറച്ച് കൂടുതൽ വേണം. പിന്നെ ഒരു 1/4 ടീസ്പൂണിന്റെ നേരെ പകുതി ചെറിയ ജീരകത്തിന്റെ പൊടിയും കൂടി ഉണ്ട്. ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം, ഒരു പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ചും കൂടി വെള്ളം വേണോ. വെള്ളം കൂടി പോകണ്ട, ഒരു നല്ല തിക്കായിട്ടുള്ള പേസ്റ്റായി എടുത്താൽ മതി ഇതുപോലെ. ഇനി നമുക്ക് ആവശ്യമുള്ള ഫ്രഷ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു 1/2 സവാള, 8 വലിയ അല്ലി വെളുത്തുള്ളി, 3 സെന്റിമീറ്റർ പീസ് ഇഞ്ചി, പിന്നെ ഒരുപാട് എരിവില്ലാത്ത വലിയ പച്ചമുളകും ചുവന്ന മുളകും, അത് ഓരോന്ന് ഒരു 2 ടേബിൾ സ്പൂൺ വീതം വരും. ഒരുപാട് എരിവില്ലാത്ത മുളകാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം കൂടി ഒരു മിക്സി ജാറിലേക്ക് ഇടാം. ഒപ്പം 2 ചെറിയ തണ്ട് മല്ലിയിലയും പിന്നെ 1/2 കപ്പ് വെള്ളം ഇത് ചേർത്ത് നന്നായിട്ടൊരു പേസ്റ്റ് ആക്കാം. അപ്പോൾ ഈ പേസ്റ്റ് വെച്ചിട്ടാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യണത്. 1 കിലോ ചിക്കൻ ഉണ്ട്, നന്നായി കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞത്. അത് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ചിക്കൻ കറി കട്ടാണ്, ഒരു മീഡിയം സൈസ് പീസസ്. ഇനി കറി ഉണ്ടാക്കുന്ന നേരത്ത് കുറച്ച് ഹോൾ സ്പൈസസ് വേണം. അത് നമുക്ക് ആദ്യം റെഡിയാക്കി വെക്കാം. ഇതിനു വേണ്ടി 2 ചെറിയ കഷ്ണം കറുകപ്പട്ട, 3 ഗ്രാമ്പൂ, 3 ഏലക്ക, 2 ഇതള് സ്റ്റാർ അനീസ് തക്കോലം, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പ്യൂറി ഉണ്ട്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഒരു ഫ്ലേവർ ബാലൻസിങ്ങിന് വേണ്ടി നല്ലതാണ്, അപ്പോൾ ഉണ്ടെങ്കിൽ ഉപയോഗിക്കണം. പിന്നെ 2 വലിയ തക്കാളി സ്ലൈസ് ചെയ്തത്, 2 വലിയ തണ്ട് കറിവേപ്പില. അപ്പോൾ ഇനി വേഗം കുക്ക് ചെയ്യാം. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു വലിയ നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ആ ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ആ മാരിനേഷൻ ഒന്ന് സീൽ ചെയ്ത് അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് ലോക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുറച്ച് നേരം ഈ ചിക്കൻ ഫ്രൈ ആണ് ചെയ്യണത്. ഈ സ്റ്റേജിൽ തന്നെ കുറച്ച് കറിവേപ്പില ചേർക്കാം. ഒരു 2-3 മിനിറ്റ് ചിക്കൻ്റെ കളറ് മാറും. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വരണം, ചെറുതായിട്ട്. അപ്പോൾ ചിക്കൻ്റെ ഒരു ചെറിയ ബ്രൗൺ കളർ കണ്ടതിന് ശേഷം ആ ബൗളിൽ ബാക്കിയുള്ള മാരിനേഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ആ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ആ സമയത്ത് 2 വലിയ പൊട്ടാറ്റോസ് ഒന്ന് നന്നാക്കി വെക്കുന്നുണ്ട്, വലിയ ചങ്ക്സ് ആയിട്ട്. നന്നായി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി നേരത്തെ വെച്ച പേസ്റ്റ് ഇപ്പം ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലായിടത്തും ഒരേപോലെ മിക്സ് ആയി കിട്ടണം. ഇനി ഇതൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം ആ ഗ്രേവി ഒന്ന് കട്ടിയായി വരാൻ വേണ്ടി കാത്തിരിക്കണം, ഒരു 2 മിനിറ്റ്. അപ്പോൾ ഗ്രേവി ഒന്ന് കട്ടിയായി ആ മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്ക് തുറന്ന് ടൊമാറ്റോ പ്യൂറി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ സ്ലൈസ് ചെയ്ത് വെച്ച ടൊമാറ്റോസ്. അപ്പോൾ ചിക്കൻ എപ്പോഴും കുറച്ച് വേവ് ഉണ്ടാവും. ടൊമാറ്റോസ് ആഡ് ചെയ്തതിന് ശേഷം എല്ലാം കൂടി ഒരു പ്രഷർ കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. ഈ സ്റ്റേജിലാണ് ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഉരുളക്കിഴങ്ങിനും കൂടി ആവശ്യമുള്ള ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം. അപ്പം കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കണം ഗ്രേവിക്ക് വേണ്ടിയിട്ട്, ഒരുപാട് വേണ്ട. ഇനി പ്രഷർ കുക്കർ അടച്ച് ഒരു 2 സ്റ്റീം, അല്ലെങ്കിൽ വേവ് കൂടുതലാണെങ്കിൽ 3 സ്റ്റീം ചൂടാറിയതിന് ശേഷം തുറക്കുക. ഒന്നും കൂടി ചെറുതായിട്ട് തിളപ്പിക്കാം. ഈ സമയത്ത് 1/4 ടീസ്പൂൺ നാടൻ ഗരം മസാല, അതിൻ്റെ ഒപ്പം ഉപ്പ് വേണമെങ്കിൽ അതും, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്താൽ ഈസി മലബാർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റി കറിയാണ്. ബട്ടൂറ, പൂരി, പൊറോട്ട ഇതിനായിട്ടൊക്കെ നന്നായിട്ട് ചേരും. പിന്നെ ചോറും എല്ലാത്തിനായിട്ടും ചേരുന്ന ഒരു നല്ല കറി.
എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്ക്. റെസിപ്പി വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ പറ്റിയാലും ഒരു കമൻറ്റും ലൈക്കും കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യണം. റെസിപ്പി വീഡിയോസ് പിന്നെയും ഞാനൊരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് ഇട്ടു തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഫീഡ്സിലേക്ക് എത്താൻ അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.